നിലമ്പൂർ നോർത്ത് ഡിവിഷന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ വന്യജീവി ആക്രമണ നഷ്ടപരിഹാര അദാലത്ത് നടത്തി. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. കനോലി പ്ലോട്ടിൽ നടന്ന വന്യജീവി ആക്രമണ നഷ്ടപരിഹാര അദാലത്ത് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്നി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുണ്ടാകാൻ ചിലപ്പോൾ അവരുടെ ബന്ധുക്കൾ ഉണ്ടാവും, ജീവൻ നഷ്ടപ്പെട്ട ബന്ധുക്കൾ അവരുണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും അതുപോലെ തന്നെ സംഘർഷത്തിൽ വന്യജീവികളുടെ സംഘർഷത്തിൽ അവരുടെ ഉപദ്രവം കൊണ്ട് കൃഷി നാശിച്ചവര്, പിന്നെ അവരുടെ മൃഗങ്ങൾ, വളർത്തുമൃഗങ്ങൾ നശിച്ചവര്. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചു, കടുവ കറവ പശുവിനെ കൊണ്ടുപോയി. അപ്പൊ അതുപോലുള്ള നഷ്ടത്തിന് അർഹത നേടിയ ആളുകൾക്ക് യഥാസമയം കോമ്പൻസേഷൻ കൊടുക്കുക എന്ന നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനോടനുബന്ധിച്ച് വളരെ അഭിനന്ദനീയമായ മാതൃകയിൽ നമ്മളുടെ വന്യജീവി വകുപ്പ് ഇങ്ങനെ അദാലത്ത് സംഘടിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ചടങ്ങിൽ നഷ്ടപരിഹാര തുകകളുടെ കൈമാറ്റവും ചെയർപേഴ്സൺ നിർവഹിച്ചു. എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ACF അനീഷ സിദ്ദിഖ് അദാലത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MA ജോസ്, റംലത്ത്, സജീർ മേത്തല, ഷമീന കാഞ്ഞിരാല, CK അബൂബക്കർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, നഗരസഭാ കൗൺസിലർമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ക്ലാസുകളും എടുത്തു. 15 പേർക്കാണ് ഇന്ന് നഷ്ടപരിഹാരം നൽകിയത്.